ഇൻസ്റ്റഗ്രാമിൽ വൈറലായ കുട്ടി സഖാവ് എന്ന അക്കൗണ്ട് പൂട്ടി മെറ്റ. വൈറൽ താരം മുഹമ്മദ് സിയാന്റെ അക്കൗണ്ടാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്റെ കുട്ടി സഖാക്കളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സിയാൻ പോസ്റ്റ് ചെയ്തിരുന്നു. വീഡിയോയ്ക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ കമന്റ് ഇട്ടിരുന്നു. 24 മണിക്കൂറിനകം 2 മില്യൺ വ്യൂസും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് അക്കൗണ്ട് അപ്രത്യക്ഷമായത്. ഞങ്ങൾക്കൊരു സാധനം കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് എന്തായിരുന്നു ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചുതരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചുതരാം. ഈ പൊന്നങ്ങളെന്നാ ഈ ഫോണൊന്ന് പിടിച്ചാ ഇന്ന് ഫോട്ടോ എടുക്കാണേ. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. അക്കൗണ്ട് പൂട്ടിയതിൽ വിഷമമില്ലെന്നും ഇനിയും വീഡിയോ ചെയ്യുമെന്നും മുഹമ്മദ് സിയാൻ പറഞ്ഞു. ഒന്നും കുഴപ്പമില്ല, നമ്മള് ഒന്നും കൂടി എടുക്കും. ഞങ്ങളെ ഇവിടെ ഇരിക്കണ്ട ആ ചെങ്കൊടി പോവില്ലല്ലോ, അത്രക്കുള്ളൂ. ഇന്റത് പോയില്ലേ, രണ്ടാമത്തെ എടുക്കും. നിഖിൽ പ്രമേഷ് ഉണ്ട് മലപ്പുറത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, വളരെ രസകരമായ സിയാന്റെ വീഡിയോ ആണ്. വളരെ പെട്ടെന്ന് തന്നെ മില്യൺ വ്യൂസ് ഒക്കെ കടന്നുപോയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത്. എന്താണ് ഇതിൽ മെറ്റയുടെ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് ഇത്തരം ചില വീഡിയോകൾ വ്യൂസ് പോകുന്ന സമയത്ത് മെറ്റ അതിന്റെ അൽഗോരിതം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആവാം, സാധ്യത മാത്രമാണ്. മെറ്റയാണ് വിശദീകരിക്കേണ്ടത്. പക്ഷേ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെ അതിൽ കമന്റ് രേഖപ്പെടുത്തിയിരുന്നു, അതും വൈറലായതാണ്. അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സിയാൻ മിടുക്കനാണ്, അവൻ എന്താണ് അതിനുശേഷം പറയുന്നത്? നിഖിൽ. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം, അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സിയാൻ അതിന് മുൻപ് പറഞ്ഞിരുന്നു ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ താൻ മൊട്ടയടിക്കുമെന്ന്. അതിനുശേഷം മൊട്ടയടിച്ച സിയാന്റെ വീഡിയോ ഇതുപോലെ തന്നെ അധികം വൈറലാവുകയും നമ്മളൊക്കെ അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അന്നും പറഞ്ഞത് പരാജയപ്പെട്ടെങ്കിലും ഞാൻ ഒരു സഖാവ് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു അന്നത്തെ സിയാന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നത്. ഇതിപ്പോൾ ഇന്നലെ ഒരു വീഡിയോ സിയാൻ പോസ്റ്റ് ചെയ്യുന്നു. കുട്ടി സഖാവ് എന്ന തന്റെ പേജിലാണ്, ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സഖാക്കളെ എന്താണ് പാട്, ഇതാണ് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഖാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ഒരുപാടധികം പ്രമുഖ നേതാക്കളടക്കം അതിൽ കമന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം അതിൽ കമന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ലാൽ സലാം എന്ന അദ്ദേഹം കമന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനു പിന്നാലെയാണ് ഈ അക്കൗണ്ട് മെറ്റ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ആദ്യം ആ വീഡിയോ നീക്കം ചെയ്തു, പിന്നീട് ഈ അക്കൗണ്ട് തന്നെ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിന്റെ സാഹചര്യം എന്നുള്ളത്, ഏത് സാഹചര്യത്തിലാണ് ഈ വീഡിയോ അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ട് മരവിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മെറ്റയിൽ ഒരു അപ്പീൽ ഇതിനോടകം തന്നെ സിയാന്റെ രക്ഷിതാക്കൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രമുഖ നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ ഈ അക്കൗണ്ടല്ലേ അടിച്ചു കളയാൻ കഴിയൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മെറ്റയുടെ അൽഗോരിതത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കുട്ടിയുടെ രക്ഷിതാക്കൾ മെറ്റയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ അക്കൗണ്ട് നഷ്ടമാകാനുള്ള കാരണം എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമല്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമില് അക്കൗണ്ട് തുടങ്ങാനും ഒക്കെയുള്ള ഒരു പ്രായം പല മേഖലകളിലും ഉണ്ടല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 13 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ സിയാന്റെ പ്രായം എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ കണക്കാക്കിയിട്ടുണ്ടാകുമോ മെറ്റ? കൃഷ്ണ, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. മെറ്റ നിർദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രകാരമാണ് ഈ അക്കൗണ്ട് തുടങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 13 വയസ്സാണ്. 13 വയസ്സ് ഉള്ള കുട്ടിക്ക് അക്കൗണ്ട് തുടങ്ങാം. 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ അനുമതിയില്ല. പ്രായം തെറ്റിച്ച് നൽകിയാൽ ഈ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശവും ഇൻസ്റ്റഗ്രാമിനുണ്ട്. അതോടൊപ്പം തന്നെ ടീൻ അക്കൗണ്ടുകൾ തുടങ്ങാം. 13 മുതൽ 17 വയസ്സ് വരെയുള്ള പ്രായക്കാർക്ക് ടീൻ അക്കൗണ്ടുകൾ തുടങ്ങാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ രക്ഷിതാക്കളുടെ കർശന നിയന്ത്രണത്തിലും നിർദ്ദേശത്തിലും ായിരിക്കും ഈ അക്കൗണ്ടുകൾ പ്രവർത്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സിയാന്റെ രക്ഷിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് പാരന്റ്സ് ആണ് എന്ന് അതിന്റെ ബയോയിൽ തന്നെ വ്യക്തമാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ സഖാവ് എന്നുള്ള ഈ കുട്ടി സഖാവ് എന്നുള്ള പേജിന്റെ അടിയിൽ തന്നെ അതിന്റെ ബയോയിൽ ഇത് കൈകാര്യം ചെയ്യുന്നത് പാരന്റ്സ് ആണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും മറ്റെത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ ഒരു രസകരമായ മറ്റൊരു തലം എന്ന് പറയുന്നത്, ഇതിനെയും സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളോട്
ഇതിനോട് ചേർത്ത് വയ്ക്കാൻ ചില രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട്. അത് അങ്ങേയറ്റം അപഹാസ്യമാണ് എന്ന് പറയുകയല്ലാതെ തരമില്ല. ഇപ്പോഴത്തെ സർക്കാർ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ വീഡിയോ അങ്ങനെ നീക്കം ചെയ്യേണ്ടുന്ന സാഹചര്യം സർക്കാരിനുണ്ടോ എന്നാണ് ഇപ്പുറത്തെ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകൾ. ശരി നിഖിൽ, എന്തായാലും അതിൽ ഇപ്പൊ ഈ പറയുന്നത് നിഖിൽ സൂചിപ്പിച്ച കാര്യം കഴിഞ്ഞ ദിവസം മറ്റു തന്നെ വിശദീകരിച്ചതാണ്. അവരുടെ ഒരു AI അപ്ഗ്രഡേഷന്റെ ഭാഗമായിട്ട് വന്നൊരു പിഴവാണ്. ഒരുപക്ഷെ ഇതും അതിന്റെ ഭാഗമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഇത്രയും ചർച്ചയായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരൊക്കെ പ്രതികരണവുമായി രംഗത്ത് വരുന്നതുകൊണ്ട് തന്നെ മെറ്റ ഒരുപക്ഷെ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുമെന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.